ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുത്ത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ചെറിയ പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. നമുക്കിനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 2ഓ 3ഓ ആയിട്ടൊന്ന് മുറിച്ച് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 പഴം ഈ ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാഷർ കൊണ്ടോ ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഈ പഴം ഇവിടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഓട്സ് ആണ്. 1 കപ്പ് ഓട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ശർക്കര ചീകിയത് കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കി ഇടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ നമ്മൾ അളവിനായിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിത് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പം ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തട്ടിന് മുകളിൽ ഞാൻ വാഴയില വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.